ഇപ്പോൾ ഈ വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂയിസൈഡിൻ്റെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അത് പലരും പല കാരണങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ചിലർക്ക് സാമ്പത്തികമായിരിക്കും, ചിലർക്ക് ലവ് ഫെയിലിയർ ആയിരിക്കും, അല്ലെ വേറെ പലർക്ക് പല വിഷമങ്ങൾ കാരണം മനുഷ്യർക്ക് ചില സമയത്ത് മനസ്സ് കൈവിട്ട് പോകുമ്പോഴാണ് ഇതിലോട്ടൊക്കെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷത്തെ തോന്നുന്നൊരു കാര്യമാണ്. അതിൽ നിന്ന് റിക്കവറായി വന്നവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അതിൽ പകുതി വരും പറയാൻ പോകുന്നത് അന്ന് ചെയ്തൊരു മണ്ടത്തരായി പോയി, അത് ചെയ്യേണ്ടതായിരിക്കും. കാരണം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ മൈൻഡാണ്. അപ്പം നമ്മൾ വേണം അതിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലാണ്ട് അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ നോക്കുക. കാരണം ലൈഫിൽ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അതിപ്പോൾ ഒരു ലവ് ഫെയിലിയർ ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലാന്നല്ലേ പറയുന്നത്. ഈ പറയുന്ന ലവ് ഫെയിലിയറോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സൂയിസൈഡ് ചെയ്യുന്നതല്ല അതിനൊരു സൊല്യൂഷൻ. ഇപ്പോൾ ലവ് ഫെയിലിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര സ്നേഹിച്ച ആളല്ലേ, അപ്പോൾ ആളെ നമ്മൾ വിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം കാണത്തില്ലേ. അപ്പോൾ അത് വിഷമിച്ച് തീർക്കുന്ന പറയില്ല, അങ്ങനെ കരഞ്ഞ് തീർക്കുക. നമ്മൾ അത് ആലോചിച്ച് നമ്മൾ ലൈഫ് വേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായിട്ട് ചാവുന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പൈസ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടക്കാറൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനർത്ഥം ഉടനെ ചാവാന്നല്ല. അതിനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. നമ്മൾ നല്ല പണിയെടുക്കുക, അല്ലെങ്കിൽ കഷ്ടപ്പെടുക, അതൊക്കെ തിരിച്ചടയ്ക്കുക, അല്ലാണ്ട് ചത്ത് കളയുക, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൂടിപ്പോയി എന്ത് ചെയ്യും, നമ്മളെ പിടിച്ച് കുറച്ച് നാൾ ജയിലിടും. അല്ലാണ്ട് ഉടനെ ആത്മഹത്യ, മരണം, ഇങ്ങനെ നമ്മളൊരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചിന്ത വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് സംസാരിക്കും, മനസ്സുറന്ന് സംസാരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ 2 സിനിമ ഞാനൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ വിഷം വരുമ്പോൾ എന്ത് വരുമ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് മാക്കും. ഇപ്പോൾ എന്താ പറയുക, മെയ്യഴകനോ ചാർലി അങ്ങനെയുള്ള സിനിമകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കുറേ സിനിമകളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് നല്ല സിനിമകൾ കണ്ടാൽ മതി.